പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യാൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിനുള്ള കൃപ നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഹരിത. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ ഫ്രണ്ട് ജോസ്മിൻ പറഞ്ഞിട്ടാണ്. ഞാൻ 2020 ബാച്ച് നഴ്സിംഗ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഏതൊരു നഴ്സിംഗ് വിദ്യാർത്ഥിനെ പോലെ എനിക്കും പുറത്തേക്ക് ഒരു ജോലി എന്നുള്ള സ്വപ്നത്തിൽ തന്നെയാണ് ഞാനും നഴ്സിംഗ് പഠിച്ചത്. അങ്ങനെ നഴ്സിംഗ് പഠിച്ച് ഉടനെ തന്നെ എൻ്റെ ബാച്ചിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ തന്നെയാണ് ലാംഗ്വേജ് പഠിക്കാനായിട്ട്. എല്ലാവരും UK ഒക്കെ ചൂസ് ചെയ്ത സമയത്ത് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തു. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരെക്കാളും മുന്നേ ഫസ്റ്റ് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും. അങ്ങനെ 10 മാസം കൊണ്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്തു. 1 ഇയറിനുള്ളിൽ തന്നെ ഞാൻ എക്സാം എല്ലാം പാസ്സായി. 4 മൊഡ്യൂളും കിട്ടുകയും ചെയ്തു. റീഡിങ് മാത്രം ഒരു തവണ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അങ്ങനെ പിന്നീട് എനിക്ക് കോൺഫിഡൻസ് ആയി. 4 മൊഡ്യൂൾ കിട്ടി. ഇനി ഉടനെ തന്നെ ഞാൻ ജർമ്മനി പോവും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ജർമ്മനിയിലുള്ള ഒരു ഏജൻസി ത്രൂ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അവരെന്നോടൊരു 6 മാസം സമയം പറഞ്ഞു. അതിനുള്ളിൽ എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് അവിടെ നിന്ന് റിപ്ലൈ ഒന്നും വരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യണം. അവിടെ എല്ലാത്തിനും ഭയങ്കര താമസമാണ്. അവിടുത്തെ ഗവൺമെൻറ് ഓഫീസ് എല്ലാം എപ്പോഴും വെക്കേഷനാണെന്ന് പറയും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സിക്കായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഡിലേ ആവണമെന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അവരോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് അവരെനിക്ക് വേണ്ടി ഇതുവരെയും എൻ്റെ സർട്ടിഫിക്കറ്റ്സ് പോലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് അവരിൽ നിന്ന് നമ്മൾ ഓൾറെഡി പൈസ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പൈസ എല്ലാം തിരിച്ചു മേടിച്ചു. പിന്നീട് വീണ്ടും ഒരു ഏജൻസിയിൽ കൊടുത്തു. വീണ്ടും ഇതേ അനുഭവം തന്നെ. അതെനിക്ക് 1 ഇയറോളം എനിക്ക് പോയി. പിന്നെയും തളർന്നില്ല. എങ്ങനെയെങ്കിലും പോകണം, രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ 3ാമതൊരു ഏജൻസിയിലും കൊടുത്തു. അത് നാട്ടിലുള്ള ഏജൻസി തന്നെയാണ് കൊടുത്തത്. അവിടെ അവർ പറഞ്ഞു വിത്തിൻ 3 months എല്ലാം റെഡിയാവും, എല്ലാം പെട്ടെന്ന് പോകാൻ പറ്റും, പക്ഷെ കോസ്റ്റ് കുറച്ച് കൂടുതലാന്ന് പറഞ്ഞു. എന്നാലും ഓക്കെ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോകണം, കാരണം ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാട്ടിൽ ജോലി കിട്ടണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു. ഭയങ്കര സാലറി ഭയങ്കര കുറവായിരുന്നു. എനിക്ക് എഡ്യൂക്കേഷണൽ ലോൺ ഉണ്ടായിരുന്നു. EMI അടയ്ക്കാൻ പോലുള്ള പൈസ പോലും നാട്ടിൽ കയറുമ്പോൾ കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തു. ട്യൂഷൻ സെൻറ്ററിൽ പോകുമ്പോൾ അതിലും കൂടുതൽ പൈസ എനിക്ക് EMI അടയ്ക്കാനുള്ള പൈസ കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ പോയി തുടങ്ങി. ഇവരെനിക്ക് 3 മാസം കൊണ്ട് എല്ലാം റെഡിയാക്കും എന്നുള്ള കോൺഫിഡൻസ് ആയതുകൊണ്ട് ഓക്കെ, 3 മാസമല്ലേ ട്യൂഷന് പോയാലും ഓക്കെ, എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നീട് 3 മാസം കഴിഞ്ഞിട്ടും ഒരനക്കവും ഇല്ല. പിന്നീടും ഇവരും ഇതുപോലെ തന്നെ പറയാൻ തുടങ്ങി. അപ്പം എനിക്ക് ആകെ വിഷമായി തുടങ്ങി, തകർന്നു പോയി തുടങ്ങി. കാരണം എല്ലാവരും വീട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, ചോദ്യങ്ങൾ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. മെൻ്റലി ഭയങ്കര തകർന്നു പോയി. പിന്നീടാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങിയൊരു ഓക്കെ, എന്ത് വന്നാലും ദൈവം കൂടെ ഉണ്ടാവണേ, എത്ര വിഷമം വന്നാലും കുഴപ്പമില്ല, ദൈവമേ കൂടെ ഉണ്ടായാൽ മതി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ മെയ് ആയിട്ടും എനിക്ക് അവരുടെ അടുത്തുനിന്ന് ഒരു റിപ്ലൈയും വരുന്നില്ല. ഓൾറെഡി എനിക്ക് മാർച്ചിൽ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം 2023 മാർച്ചിൽ എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കോൺട്രാക്റ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞ പോലെ ഡെഫിസിറ്റ് ബഷേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വന്നെങ്കിലേ ബാക്കി പ്രോസസ്സിങ് നടക്കുള്ളൂ. അത് ശരിയാവുന്നില്ല എന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫൈനലി മെയ് വരെ വെയിറ്റ് ചെയ്തു. മെയ് ആയിട്ടും ഒന്നും വരാതായപ്പോൾ ഞാൻ ഡയറക്റ്റ് ഏജൻസിയിൽ പോയിട്ട് പറഞ്ഞു, ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുക, നാട്ടിലെങ്കിൽ നാട്ടിൽ എനിക്ക് ജോലിക്ക്. കാരണം എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ്സ് എല്ലാം തായോ എൻ്റെ ഫണ്ട് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏജൻസിക്കാർ ഓക്കെ, ഞാൻ ഫണ്ട് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു ഹോപ്പിലാണ് പോയത്. ഹരിത വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ റെഡിയാക്കി തരാം എന്നുള്ളൊരു വേർഡ് അവരെ കിട്ടും എന്നുള്ള ഒരു ഹോപ്പിലാണ് ഞാൻ അവിടെ പോയത്. പക്ഷെ അവരെനിക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യാം, പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ ഉടമ്പടി ഉപ്പെടുത്ത് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു.
അവിടെ ഏജൻസിയിൽ ഞാൻ അവിടെ ഇരുന്ന് ഉടമ്പടി ഉപ്പ് അവിടെ ഇട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, ചങ്കുപൊട്ടി കരഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വീട്ടിൽ വന്നു, അമ്മ ചോദിച്ചു എന്തായി മോളെ എന്ന് ചോദിച്ചു. പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തൊന്നും പറയാൻ തോന്നിയില്ല. എന്തോ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു 3 ആഴ്ച കൊണ്ട് എല്ലാം റെഡിയാവുമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു 3 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു 3 ആഴ്ച ഞാനത് ചിന്തിച്ച പോലും ഇല്ല. പക്ഷേ 3 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ജർമ്മനിയിൽ നിന്ന് എൻ്റെ എംപ്ലോയർ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് വിട്ടു, ഡെഫിസിറ്റ് ഷെയ്ഡ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിസ പ്രീ അപ്രൂവൽ എടുക്കാൻ പോവാണ്, വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് തന്നെ അവർ മാക്സിമം ഏറ്റവും ഫാസ്റ്റായിട്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നീട് അത് ഒരു 2 വീക്സിൽ എനിക്ക് വിസ പ്രീ അപ്രൂവലും വന്നു. പിന്നെ VFSൻ്റെ അപ്പോയിൻമെൻറ്റ്, പിന്നെ അവിടെ നിന്നെല്ലാം വെരി ഫാസ്റ്റായിരുന്നു. VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. വിത്തിൻ എ വീക്കിൽ എനിക്ക് വിസയും വന്നു. ഞാൻ പിന്നീട് ആഗസ്റ്റ് 2 ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഉണ്ടായത്. ജർമ്മനിയിൽ ഇത്ര നാൾ വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നു, ദൈവമേ വെയിറ്റ് ചെയ്താലും ഓക്കെ, ഏറ്റവും ബെസ്റ്റ് തന്നെ എനിക്ക് തരണം ദൈവമേന്ന്. അതുപോലെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് വെയിറ്റ് ചെയ്ത് എൻ്റെ അർത്ഥം മനസ്സിലായത്. ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് സാലറിയിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 1.5 വർഷം അവിടെ ജോലി ചെയ്തു. ഇപ്പോൾ ഞാൻ നാട്ടിൽ വെക്കേഷൻ വന്നതാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞു ജനുവരി 19. എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ ഇത്രയും അടിപൊളി വിവാഹം നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല. എൻ്റെ പേരൻസിൻ്റെ 10 പൈസ എടുക്കാണ്ട് ഫുൾ എമൗണ്ട് ഞാൻ എടുത്തിട്ടാണ് എൻ്റെ വിവാഹം നടന്നത്. എൻ്റെ അനിയത്തിനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ഹാപ്പിയാണ് ഞാൻ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഉടമ്പടി ധ്യാനത്തിലൊക്കെ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോരുത്തർക്കും രോഗസൗഖ്യങ്ങൾ കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് കാലിൻ്റെ ഒടിയിലൊരു ചൊറിച്ചിൽ പോലെ വന്നിരുന്നു. പക്ഷെ അത് സ്കിൻ ഡോക്ടറൊന്നും കണ്ടിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയമായതുകൊണ്ട് അപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എനിക്കതിനൊരു അനുഭവം തരണേന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, തൊടയുടെ ഇടയിൽ ചൊറിച്ചിലുള്ള വ്യക്തിനെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ആ സമയത്തൊന്നും ഞാൻ ഓയിൻമെൻ്റ് ഒന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. കൃപാസനത്തിൽ തൈലം മാത്രമാണ് ഞാൻ പുരട്ടിയിരുന്നത്. എനിക്ക് അത്ഭുതം എന്ന് പറയാം, കാരണം ഞാൻ കുറേ നാൾ സ്കിൻ ഡോക്ടറെ കണ്ട് ഞാൻ ഓയിൻമെൻ്റ് എല്ലാം തേച്ചിരുന്നു. പക്ഷെ എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തൈലം മാത്രം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛനത് പറഞ്ഞതിന് ശേഷം എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലും പിന്നെ ഞാൻ ജോലിക്ക് പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാവർക്കും ഈശോയുടെ അമ്മയുടെയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കാരുണ്യപ്രവൃത്തി ആ സമയത്ത് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒത്തിരി ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഞാൻ ഒരാൾക്ക് ഒരു വയ്യാത്ത ഒരാൾക്ക് ഞാൻ പൊതിച്ചോറ് ഞാൻ മുടങ്ങാതെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ ബൈബിളൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല. ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് എന്താണ് ബൈബിള് അതെല്ലാം അറിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ 1/2 മണിക്കൂർ വീതം എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. കൊന്ത ചൊല്ലാറുണ്ടായിരുന്നു, സാക്ഷ്യങ്ങൾ കാണാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ സമയത്തൊക്കെ ഭയങ്കര വിഷമം വരുമ്പോൾ കരച്ചിലായിരുന്നു മെയിൻ. പിന്നീട് ഞാൻ സങ്കടം വരുമ്പോൾ സാക്ഷ്യം കാണാൻ തുടങ്ങി. സാക്ഷ്യം കാണുമ്പോൾ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, സങ്കടം വന്നാലും ഒക്കെ സാക്ഷ്യം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ കിട്ടിയിരുന്നത് സാക്ഷ്യങ്ങൾ കണ്ടപ്പോഴായിരുന്നു. പിന്നെ അതുപോലെ അച്ഛൻ്റെ ധ്യാനം കണ്ടപ്പോഴാണ് എനിക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ധ്യാനത്തിലുണ്ടാവും ഒരാഴ്ച എനിക്ക് ഓരോ വിഷമമായിരിക്കും. അപ്പം അച്ഛൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിനൊരു സന്തോഷം കിട്ടാറുണ്ടായിരുന്നത്. ഈശോയ്ക്ക് അമ്മയ്ക്കും 1000 നന്ദി. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തനം 34
56 വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആത്മീയമായ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. അവർ നിരാശയിലോ ലജ്ജയിലോ പതിയുന്നതായിട്ട് നാം കാണുന്നില്ല. കാരണം ദൈവമാണ് അവരുടെ രക്ഷകൻ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് അവരുടെ കൂടെയുള്ളത്. കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് അവരുടെ കൂടെയുള്ളത്. അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി എടുത്തതിന് മുൻപും ഉടമ്പടി എടുത്തതിന് ശേഷവുമുള്ള അവരുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുമ്പോൾ ഉടമ്പടി ജീവിതം നയിക്കുന്ന ഓരോ മക്കളും ഒരു പ്രകാശത്തിൻ്റെ ഒരു ജീവിതത്തിലേക്കാണ് അവരെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. അവർക്ക് ലജ്ജിതരായിരുന്നായിരിക്കാം, പക്ഷെങ്കിൽ വീണ്ടും ലജ്ജിതരാകാനായിട്ട് ദൈവം ഒരു വഴിയൊരുക്കുന്നില്ല. അവർ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവമാണ് അവരുടെ കൂടെയുള്ളതെന്നാണ് ഹരിത എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വിളിച്ചപേക്ഷിക്കുന്നവർ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. ഈ മകൾ പറഞ്ഞത്, ആദ്യമൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് വളരെ തകർന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മകളായിരുന്നു. പല ഏജൻസികൾക്കും കാശ് കൊടുത്തിരുന്നെങ്കിലും പലപ്പോഴും അതൊരു ഫെയിലിയർ ആവുകയായിരുന്നു. അങ്ങനെയാണ് ഒരു കൂട്ടുകാരിയിൽ നിന്നാണ് കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഇവിടെ വരികയും ചെയ്തത്. ഈ മകൾ പറഞ്ഞൊരു പ്രത്യേക കാര്യമാണ്, ഈ മകൾ മാത്രമല്ല, പല നമ്മളുടെ ചെറുതായ മക്കൾ പറയുന്ന ഓരോ സാക്ഷ്യത്തിലും ഞാൻ കേൾക്കാറുണ്ട്. ഈ മക്കളുടെ ജീവിതത്തിൽ കൂട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അയൽക്കാരുടെ കയ്യിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പരീക്ഷ കഴിഞ്ഞു പാസ്സായി വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടുകാരുടെ ചോദ്യം, എന്തേ ഒന്നും ആയില്ലേ എന്ന്. ഇത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങളാണ്. പല യൂത്തിൻ്റെ ഷെയറിങ്ങിലും ഞാൻ കേൾക്കാറുണ്ട്. പലരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തേ ഒന്നും ആയില്ലേ, എന്തേ ഇവിടെ നിൽക്കുന്നത്, എന്തേ വീട്ടിലിരിക്കുന്നത്. ഇതൊക്കെ വളരെ പ്രയാസപ്പെട്ട ഈ മകൾ പറഞ്ഞ് സഹിക്കാൻ പറ്റിയില്ല എന്നാണ്. ഇത് ഈ മകൾ തന്നെയല്ല, പല മക്കളും അതുതന്നെയാണ് പറയുന്നത്. ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഈ ചോദ്യം, എന്തേ വീട്ടിൽ ഇരിക്കുന്നത്, പരീക്ഷ പാസ്സായില്ലേ, എന്തേ ഒന്നും നോക്കാത്തത്. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഇവർക്കാകെയുള്ള ഒരാശ്രയം ദൈവം മാത്രമാണ്. ആ നഷ്ടപ്പെട്ട നിമിഷങ്ങളിൽ, നിരാശയുടെ നിമിഷങ്ങളിൽ, തകർച്ചയുടെ നിമിഷങ്ങളിൽ കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ആ മകളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് പിന്നീട് വീണ്ടും പ്രോസസ്സിങ് സ്റ്റോപ്പായെന്ന് കേട്ടപ്പോഴും ഈ മകൾ കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം നയിക്കുകയും അമ്മ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇങ്ങനെയാണ്. മനസ്സിൽ നിന്നുള്ള ഒരു ഉൾപ്രേരണ കാരണം പറഞ്ഞു, പ്രോസസ്സിങ് സ്റ്റോപ്പായപ്പോഴും മകൾ പറഞ്ഞത് 3 ആഴ്ച വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതെന്നാണ്. അതും ഒരുപക്ഷെ അമ്മ ഇടപെട്ട് ഈ മകളെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കാം. 3 ആഴ്ച കഴിഞ്ഞ് ആ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. ഇതാണ് പറയുന്നത്, ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും എല്ലാ കാര്യത്തിലും ഇടപെടുകയാണ്. നമ്മളറിയാതെ നമ്മളുടെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പിന്നീട് നമ്മൾ ഈ മകൾ വളരെ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും. ഓരോ കാര്യത്തിലും ഈശോയും അമ്മയും ഇടപെട്ടതും പിന്നീട് ഈ മകൾക്കുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കുകയും വിസ ശരിയാക്കുകയും ടിക്കറ്റ് ലഭിക്കുകയും ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഇന്നാണ് ഈ മകൾ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നത്. ഈ മകൾ പറഞ്ഞത്, എനിക്കൊരു നല്ലൊരു സ്ഥലമാണ് ഈശോയും അമ്മ ഒരുക്കി തന്നത്. ദ ബെസ്റ്റ് പ്ലേസ്, ദ ബെസ്റ്റ് സാലറി ആൻഡ് ദ ബെസ്റ്റ് പോസിബിലിറ്റീസ്. ആ മകളുടെ ആ സാലറിയിൽ തന്നെയാണ് നല്ലൊരു വിവാഹം നടത്തുകയും സ്വന്തം അനുജത്തിയെ പഠിപ്പിക്കാൻ സാധിക്കുകയും എല്ലാം ചെയ്തത് എല്ലാം ദൈവകൃപയാലാണ്. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന ശ്രോതാവ് നിൻ്റെ മധ്യേ ഉണ്ടെന്നാണ് സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം വചനം പറയുന്നത്. നമ്മുടെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന ദൈവം, യോദ്ധാവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷിക്കാൻ കഴിവുള്ള ശക്തനായ യോദ്ധാവാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ നിരാശയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴിയിലൂടെ നയിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവായ ദൈവം, പരിപാലിക്കുന്ന ദൈവം, സംരക്ഷിക്കുന്ന ദൈവം,
നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവം, ഈ മകൾ പറഞ്ഞ സ്കിൻ പ്രോബ്ലം ഉണ്ടായപ്പോഴും ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് രോഗസൗഖ്യം ലഭിച്ചതെന്നാണ്. നമ്മുടെ ഏതവസ്ഥയിലും രോഗത്തിലായാലും ജോലിയില്ലായ്മയിലായാലും ഏതവസ്ഥയിലായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കൂടെ സമീപസ്ഥനായ ഒരു ദൈവമാണ്, നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവരിലും എല്ലാ സമയത്തും കൂടെയുള്ള ഒരു ദൈവം. അവൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. കൂടെയുള്ള ദൈവം സകലരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാം തുടച്ചു നീക്കുന്ന, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നീക്കുമെന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 75-ാം അധ്യായം 8-ാം വചനം പറയുന്നത്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, എല്ലാം അവൻ നോക്കിക്കൊള്ളും. ഈ മകൾക്ക് ഹരിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും കൂടെ നിന്ന ഒരു ദൈവത്തിന്, ഈ എല്ലാ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കൈപിടിച്ച് മുന്നോട്ട് നടത്തിയ പരിശുദ്ധ അമ്മയ്ക്കും, സംരക്ഷിച്ച് കാത്തു പരിപാലിച്ച ദൈവത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കൊടുത്ത ഈ പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിനും നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം പറയുന്നത്. നമ്മൾക്കും വിശ്വസ്തയോടെ പ്രത്യാശയോടെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഹരിതയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.